നിരോധനവും തീരുവയും ഏർപ്പെടുത്തി. ഉപരോധവും തീരുവ ഏർപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ കമ്പനികൾ എന്ത് ചെയ്യും? കമ്പനികൾ, എണ്ണ കമ്പനികൾ, സിമന്റ് കമ്പനികൾ ഉണ്ടല്ലോ, ഈ കമ്പനികളുടെ ഷെയറിൽ എന്ത് കുറയും? ആളുകൾ എന്ത് ചെയ്യൂല? പൈസ ഇടത്തില്ല. കാരണം ഇല്ലല്ലോ, അതിനകത്ത് ബിസിനസ് ഇല്ലല്ലോ, അവർക്ക് ബിസിനസ് കുറയുമല്ലോ. ബിസിനസ് പറയുമ്പോൾ വിശ്വസിച്ച് ആർക്കും പൈസ ഇടത്തില്ല. അപ്പോൾ ഇപ്പോൾ ടാറ്റ, റിലയൻസ് എന്നൊക്കെ പലരും, ഇപ്പോൾ റിലയൻസിൻ്റെ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ കയറി പോകുമ്പോഴാണ് പെട്ടെന്ന് റിലയൻസിന് എന്ത് സംഭവിക്കുന്നു? എന്തെങ്കിലും ഒരു പ്രതിരോധം വരുന്നു, റിലയൻസിന് ഉൽപ്പന്നം വരുന്നു, ആളുകൾ ടാറ്റയെ കൊണ്ട് പൈസ ഇടും, അല്ലെ ബാങ്കെ കൊണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബിസിനസ്സാണല്ലോ, അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫോറിൻ ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന വിദേശ നിക്ഷേപത്തിലുണ്ടാകുന്ന വേരിയേഷൻ ആരെ പിടിക്കും? ഇതിനെ പിടിക്കും. അതുപോലെ തന്നെ പിന്നെ വ്യാപാര ആശങ്കകളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണ്, ഇന്ത്യയാണല്ലോ, ഇന്ത്യയെ അവരും തമ്മിലുള്ള വ്യാപാര കരാറുകളിലുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ഞാൻ പറഞ്ഞു 25% തീരുവ ഏർപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നതാണ്, നമുക്ക് സ്വർണം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം നമ്മളെന്ത് ചെയ്യും? നമ്മളത് അവിടെ വിറ്റ് പോവേണ്ടതാണ്. പക്ഷെ അതൊന്നും അവിടെ വിൽക്കാൻ പറ്റത്തില്ല, അവിടെ തീരുവ കൂടുതലാണ്. നമ്മളിവിടെ വരുന്ന സാധനത്തിനും അവരിങ്ങോട്ട് അയക്കുന്ന സാധനത്തിനും തീരുവ കൂടുതലാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബിസിനസ് ലോകം എന്ത് ചെയ്യും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.